അയ്യോ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും വരില്ല. പിണറായിയെ എല്ലാവരും മടുത്തു. പിണറായി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭരണവും മടുത്തു. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം കൊണ്ടും. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വയ്യാത്തൊരു അവസ്ഥയായി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? എന്റെ അച്ഛനും അമ്മയും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു സഖാവിനോടൊപ്പം ഈ കമ്മ്യൂണിസം തീർന്നു. കാരണം ഇത് ഗുണ്ടായിസവും ഈ ഭയങ്കര പ്രശ്നമുള്ള ഒരു ഇതായി പോയി. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണ്. ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ അത്രയും ജനങ്ങള് വെറുത്തിരിക്കുകയാണ്. കാരണം ഇത്രയും ഒരു നെറിയിട്ട ഭരണം നമ്മളെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതെ, പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറയാം. എന്തുകൊണ്ടാണ് അവരുടെ പ്രവൃത്തി കൊണ്ട് അതെ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാമല്ലോ. അത് വരൂല്ല, എല്ലാം വരൂല്ല. പിന്നെ സ്വപ്നത്തിൽ വിചാരിക്കാൻ വേണ്ട അവന് വരിയില്ല. LDF ഭരണം 2 വർഷം കിട്ടിയപ്പോഴും ഭരണം വളരെ മോശമായിരുന്നു. നേരം വിളിക്കുമ്പോൾ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ. കേട്ടില്ലേ, ഇതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയൊരു പിണറായി കാലം വേണ്ടേ വേണ്ട എന്ന അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത്. തൽക്കാലം ഇത്രയും മതി. ബാക്കി ഞാൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം. പോട്ടാടാ ബധിര.